എല്ലാ സർക്കാരുകൾക്കും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തി മാർക്ക് നൽകാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കുറഞ്ഞതൊരു 100 ദിവസമെങ്കിലും ഒരു ഹണിമൂൺ പീരീഡ് എങ്ങനെയാണ് ഈ എല്ലായ്പ്പോഴും കേരളത്തിൽ ആ പ്രയോഗമാണ് എപ്പോഴും കേൾക്കാറുള്ളത്. ഒരു ഹണിമൂൺ പീരീഡ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നിശിതമായി ഒരു പ്രതിപക്ഷ ബുദ്ധിയോടെ വിമർശിച്ച് പോകണമെങ്കിൽ അതിന് നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഒരു 100 ദിവസമെങ്കിലും കുറഞ്ഞത് 3 മാസമെങ്കിലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും നമുക്ക് അഭിനന്ദിക്കാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ അവസരം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും പറയേണ്ടത്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളുടെ ആരംഭം, അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികളുടെ ആരംഭം ആദ്യ ദിവസം തന്നെ ഇതാ ഞങ്ങൾ കുറിക്കുന്നു എന്നുള്ള പ്രതീതി ജനങ്ങൾക്ക് കൊടുക്കാനായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വനിതകൾക്ക് സൗജന്യ KSRTC യാത്ര എന്നുള്ളതാണ്. നമ്മളത് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായ കാര്യമായി തോന്നുമെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് കുടുംബ ബജറ്റിനെ തന്നെ നിർണായകമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായിരുന്നു അത്. ശരാശരി 10,000-2,000 രൂപയൊക്കെ ഒരു സാധാരണ തൊഴിലെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു 25,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 2,000 രൂപ കരുതാനാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ കടന്ന വാഗ്ദാനങ്ങളൊക്കെ ഈ ബസ്സിൽ കയറിയ പലരും നൽകിയിരുന്നു. ഇനി മുതൽ അങ്ങോട്ട് എവിടെ വേണേലും നിങ്ങൾക്ക് യാത്ര ചെയ്യാമെന്നൊക്കെ. അതൊക്കെ ആ മട്ടിലാവുമോ എന്നുള്ളത് ഈ തീരുമാനത്തിൻ്റെ പൂർണ്ണ രൂപം വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ജൂൺ 15 മുതൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ള തീരുമാനം വന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രത്യേകിച്ച് ഈ വയോജനങ്ങളുടെ എണ്ണം കൂടുന്ന കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, അത് കേരളം എല്ലാ കാലത്തും ഇത്തരം ഈ സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ ഒരു പടി മുന്നിലാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അതുമായി താരതമ്യം ചെയ്തു നോക്കിയാൽ നമ്മൾ ഒരു പടി മുന്നിലാണ്. ആ കേരളത്തിൻ്റെ ആ ചലനത്തെ, ആ മൊമെൻ്റത്തെ ഒന്നുകൂടി സജീവമാക്കുന്ന, കുറേ കൂടി ശക്തമാക്കുന്ന ഒരു തീരുമാനം വന്നത് ഈ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് എന്നുള്ള പ്രഖ്യാപനമാണ്. അത് ഏറ്റവും ശ്ലാഘനീയമായ ഒരു തീരുമാനവും ഒരു ആലോചനയുമായിരുന്നു. ആ ആലോചന ആദ്യ ദിവസം തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത് നടപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല.